ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മളിന്ന് എടുക്കുന്നത് മസിൽ ഫിസിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിലെ സ്ട്രക്ചർ ഓഫ് സ്ട്രിയേറ്റഡ് മസിൽ ഫൈബർ. വി ക്യാൻ ക്ലാസിഫൈ മസിൽ ഇൻ ടു 3 ഗ്രൂപ്പ്സ്: സ്കെൽറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. അതിൽ സ്കെൽറ്റൽ മസിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദ മസിൽസ് വിച്ച് ഇസ് സീൻ അസോസിയേറ്റഡ് വിത്ത് അവർ സ്കെൽറ്റൽ സിസ്റ്റം, ദേ ആർ കോൾഡ് സ്കെൽറ്റൽ മസിൽ. സോ സ്കെൽറ്റൽ മസിലിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ skeletal muscle has a main portion. Skeletal muscle has a main portion called belly, and it also has 2 ends. Okay, ഒരു central portion അതിനെ belly എന്ന് വിളിക്കുന്നു, and it also has 2 ends. One of the end is called origin and the second end is called insertion. Okay, so a belly and 2 ends. One of the end is origin and second end is called insertion. What is the role of origin? Okay, ഒറിജിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിങ്. ഫേർമലി എ മസിൽ ഈസ് ഫേർമലി ഫിക്സ്ഡ് ടു എ ബോൺ ബൈ ദിസ് ഒറിജിൻ. എ മസിൽ ഈസ് ഫേർമലി ഫിക്സ്ഡ് ടു എ ബോൺ ബൈ ദിസ് ഒറിജിൻ. ഓക്കെ, സോ ഒറിജിൻ ഈസ് യൂസ്ഡ് ഫോർ ഫിക്സിങ് എ മസിൽ ടു എ ബോൺ. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഒറിജിൻ. So the second end is called insertion. The other end, second end is called insertion. What is the role of this insertion? Insertion helps for moving of muscle. It moves when the muscle contracts. It moves when the muscle contracts. That is the role of insertion. So we can see 3 important parts in a muscle. The first part, the central portion is called belly. Central portion is called belly, and it has 2 ends. One of the end is called origin. Origin role and the origin is firmly fixed to a muscle is firmly fixed to a bone by this origin region. Okay, so origin is firmly fixed. The part of muscle origin is firmly fixed to a bone. Second end എന്ന് പറയുന്നത് insertion. This is second end. It moves when the muscle contracts. So നമ്മൾ പറഞ്ഞു origin is fixed to a bone, firmly fixed to a bone. So there will be a connection between bone and muscle, bone and origin region of muscle. There is a connection. That connection, that attachment, or we can say this muscle is connected to bone by a particular type of tissue, connective tissue called tendon. Okay, so a muscle is attached to a bone by ടെൻഡൻ. ടെൻഡൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറാണ്. വാട്ട് യു മീൻ ബൈ ടെൻഡൻ? ടെൻഡൻ ഈസ് എ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ടെൻഡൻ ഈസ് എ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചത് ബെല്ലി. വാട്ട് യു മീൻ ബൈ ബെല്ലി? ഇൻസേർഷൻ, ഒറിജിൻ ആൻഡ് ടെൻഡൻ. ബെല്ലി, ഇൻസേർഷൻ, ഒറിജിൻ ആൻഡ് ടെൻഡൻ. അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മസിലിൻ്റെ ഔട്ടർ കവറിങ് ആണ്. ഓക്കെ, മസിലിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഇതാ ഈ ഒരു ഹാൻഡ് റീജിയൻ എടുത്ത് അവിടെ നിന്ന് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകുന്തോറും പിന്നെ അവിടെ നിന്ന് അടുത്ത ഭാഗം ഇതിലേക്ക് പോകുമ്പോൾ മസിൽ ശരിക്കും ഒരു സിലിണ്ടർ ഷേപ്പാണ്. ഒരു വലിയ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറിയ സിലിണ്ടർ വെച്ചിട്ട് ആ ഓരോ ചെറിയ സിലിണ്ടറിനുള്ളിലും ഇനിയും ചെറിയ സിലിണ്ടറുകൾ വെച്ച് അങ്ങനെ ചെറുതായി വരുന്ന ഒരു സ്ട്രക്ചറാണ്. അതിന് ഓരോന്ന് പുറത്തേക്ക് എടുത്ത് കാണിക്കുന്ന പോലെയാണ് ഏറ്റവും അവസാനം വരുന്ന മസിൽ ഫൈബർ ഈ ഭാഗത്തെത്തുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ ഒരു PVC പൈപ്പിൻ്റെ ഉള്ളിൽ ചെറിയ പൈപ്പ് വെച്ച് അങ്ങനെ വെച്ചിട്ട് അതിനെ ചെറുതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ കാണുന്നൊരു പിക്ചറാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ആ മസിലിനെ കവർ ചെയ്യുന്ന ഷീത്തുകൾ, അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മളെടുത്ത് പഠിക്കുന്നത്. ദ ഫസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷീത്ത് ഈസ് കോൾഡ് എപ്പിമൈസിയം. Epimysium. Okay, what is the role of epimysium? Epimysium is a connective tissue sheath covering each muscle. Okay, epimysium is a connective tissue sheath covering each muscle. ഓരോ മസിലിനെയും കവർ ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ഷീത്തിനെ വിളിക്കുന്ന പേരാണ് എപ്പിമൈസിയം. There is another word called fascia. ഓക്കെ, അപ്പോൾ ഓരോ മസിലിനെയും കവർ ചെയ്യുന്നത് എപ്പിമൈസിയമാണ്. ഫാസിയ എന്ന് പറഞ്ഞ വേറൊരു ലെയർ അവിടെ ഉണ്ട്, സെക്കൻഡ് ലെയർ. സോ ഇറ്റ് ഇസ് എ ലെയർ ഓഫ് തിക്ക് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ. But
The importance of this fascia is it covers the entire muscle. Epimysium, each muscle covering is done by this epimysium, but the fascia covers the entire muscle. The entire muscles are covered by fascia. So that's why fascia is located over the layer of epimysium. So outermost layer എന്ന് പറയുന്നത് ഫാസിയാണ്. ഫാസിയയുടെ ഉള്ളിൽ എപ്പിമൈസിയം കാണാം. എപ്പിമൈസിയം covers muscles separately, covering each muscle. Okay, connective tissue sheath covering each muscle is called epimysium. Fascia covers entire muscle. Inside the fascia or epimysium, we can see fascicles or muscle bundles. Okay, fascicles or muscle bundle. What do you mean by fascicle or muscle bundle? Fascicle or muscle bundles are skeletal muscle bundle present inside the muscle, skeletal muscle. Okay, skeletal muscle is made of a number of fascicles. Okay, muscle bundle ne vilikkunna perana. A single skeletal muscle contain numerous muscle bundles, fascicle. Okay, അപ്പോൾ ഒരു എൻറ്റയർ മസിലിൽ ഓരോ സിംഗിൾ മസിലുകൾ ഉണ്ടാവും. ആ മസിലിനെ സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ട എപ്പിമൈസിയം. ആ ഓരോ മസിലിൻ്റെ ഉള്ളിലും മസിൽ ബണ്ടിലുകൾ ഉണ്ടാവും. Okay, so skeletal muscle is made of number of fascicles, muscle bundles. Okay, fascicles are covered by connective tissue known as perimysium. അപ്പോൾ മസിലിൻ്റെ ഉള്ളിൽ കാണുന്ന മസിൽ ബണ്ടിലിനെ കവർ ചെയ്യുന്ന ആ കണക്റ്റീവ് ടിഷ്യൂ ഷീത്തിനെ വിളിക്കുന്ന പേരാണ് പെരിമൈസിയം. ഓക്കെ, തെറ്റിപ്പോരുത്. ഫാസിയ എന്ന് പറയുമ്പോൾ എൻറ്റയർ മസിൽ കവറിംഗ് ആണ് ഫാസിയ, ആൻഡ് ഈച്ച് മസിൽസ് ആർ സെപ്പറേറ്റ്ലി കവേർഡ് ബൈ എപ്പിമൈസിയം, and each muscle contain so many muscle bundles. Muscle bundles are present inside this muscle. Each muscle bundles is also known as fascicles. Fascicles are covered by a connective tissue known as perimysium. Next, each muscle bundle contains a number of muscle fibers. Each muscle bundle contains a number of muscle fibers. These muscle fibers are covered by connective tissue known as endomysium. These muscle fibers are covered by connective tissue known as endomysium. So fascicles or muscle bundle എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു മസിലിനെ നമ്മൾ പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു എൻറ്റയർ മസിൽ എടുക്കുക. എൻറ്റയർ മസിൽസ് ആർ കവേർഡ് ബൈ ഫാസിയ. ഓക്കെ, എൻറ്റയർ മസിൽസ് ആർ കവേർഡ് ബൈ ഫാസിയ. ഇൻസൈഡ് ദിസ് ഫാസിയ വി ക്യാൻ സീ സോ മെനി മസിൽ. Each of these muscles are covered by another connective tissue sheath called epimysium. Outer covering of epimysium. Inside this epimysium, each muscle contain so many muscle bundles. Muscle bundles are also called fascicles. Muscle bundles or fascicles. Okay, these fascicles are covered by connective tissue known as പെരിമൈസിയം. അപ്പോൾ എപ്പിമൈസിയം ഏറ്റവും ഔട്ടർ കവറിംഗ് ആണ്. പെരിമൈസിയം ഓരോ മസിൽ ബണ്ടിലിനെ കവർ ചെയ്യുന്നതാണ്. ആൻഡ് ഈച്ച് മസിൽ ബണ്ടിൽ കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് മസിൽ ഫൈബേഴ്സ്. ഈച്ച് മസിൽ ബണ്ടിൽ കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് മസിൽ ഫൈബേഴ്സ്. മസിൽ ഫൈബേഴ്സ് ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ നോൺ ആസ് എൻഡോമൈസിയം. ഏറ്റവും ഉള്ളിൽ എൻഡോമൈസിയം, ദെൻ പെരിമൈസിയം, ദെൻ എപ്പിമൈസിയം, ഔട്ടർ മോസ്റ്റ് ഫാസിയ. ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും സ്കെൽറ്റൽ മസിൽ, അതിൽ ഒരുപാട് മസിൽ ബണ്ടിൽ. ഓക്കെ, പിന്നെ സിംഗിൾ മസിൽ ഫൈബർ. ഇതാണ് ഒരു എൻറ്റയർ മസിൽ. ഇതാണ് എൻറ്റയർ മസിൽ. ഇതാണ് എൻറ്റയർ മസിൽ. അതിൽ നിന്നൊരു സിംഗിൾ മസിലിന് എടുക്കുന്നതാണ് ഇത്. അതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ മസിൽ ബണ്ടിൽ കാണാം. അതിൽ ഒരു മസിൽ ബണ്ടിൽ എടുത്തതാണിത്. ആ ഒരു മസിൽ ബണ്ടിൽ നിന്ന് ഒരു മസിൽ ഫൈബർ വരുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻറ്റയർ മസിൽ ഏതാണ്? ഫാസിയാണ് കവർ ചെയ്യുന്നത്. മസിൽ ബണ്ടിലിനെ കവർ ചെയ്യുന്നത് എപ്പിമൈസിയം. ആ മസിലിനെ കവർ ചെയ്യുന്നത് എപ്പിമൈസിയം. പിന്നെ അതിൽ ഒരുപാട് മസിൽ ബണ്ടിലുകൾ ഉണ്ടാവും. അതിന് വിളിക്കുന്ന പേരാണ് ഫാസിക്കിൾ. ആ മസിൽ ബണ്ടിലിനെ കവർ ചെയ്യുന്നതാണ് പെരിമൈസിയം.
ഓക്കെ, മസിൽ ബണ്ടിലിൻ്റെ ഉള്ളിൽ കാണുന്നത് ഇവിടെ ഈ ഭാഗം മസിൽ ഫൈബറാണ്. മസിൽ ഫൈബറിനെ കവർ ചെയ്യുന്നതാണ് ഏതാ? എൻഡോമൈസിയം. മസിൽ ഫൈബർ എന്ന് പറയുമ്പോൾ ഒരു മസിൽ സെല്ലാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഫീച്ചേഴ്സ് ഓഫ് മസിൽ ഫൈബർ. മസിൽ ഫൈബർ ഈസ് ആക്ച്വലി എ സെൽ. മസിൽ സെല്ലിനെ വിളിക്കുന്നവരാണ് മസിൽ ഫൈബർ. അപ്പോൾ ഓരോ സെല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു റൗണ്ട് സ്ട്രക്ചറും അത് ന്യൂക്ലിയസ് അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ ഈ ഡിഫറൻസിയേഷൻ അനുസരിച്ചിട്ട് പല ടൈപ്പ് മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നെർവ് സെല്ല് നമുക്കറിയാം, നെർവ് സെല്ലിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് ബ്ലഡ് സെൽ അതിൻ്റേതായ ചേഞ്ചുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മസിൽ സെല്ലും അതിൻ്റെ ഷേപ്പ് വ്യത്യാസമാണ്. അത് സിലിണ്ടറിക്കൽ ഷേപ്ഡ് സെല്ലാണ്. ഓക്കെ, so each muscle fiber is lined by the plasma membrane. So muscle fiber is actually a cell, so it has an outer covering, outer membrane, which provides shape and protection. That outer membrane of muscle fiber is called sarcolemma. Plasma membrane, outer covering of a cell is called plasma membrane. Plasma membrane here is known as sarcolemma. Okay, so each muscle fiber is lined by a sarcolemma. Sarcolemma encloses sarcoplasm. Sarcoplasm means this is the cytoplasm present in the muscle cell. Okay, cytoplasm present in the muscle fiber is called sarcoplasm. Plasma membrane of muscle fiber is called sarcolemma. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, +1 ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂൾ. ഈ സാർക്കോലെമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഇൻവാജിനേഷൻസ്. ഓക്കെ, ഇറ്റ് ഹാസ് സോ മെനി ഇൻവാജിനേഷൻ. സാർക്കോലെമ ഹാസ് എ നമ്പർ ഓഫ് ഇൻവാജിനേഷൻ. ദിസ് ഇൻവാജിനേഷൻ എക്സ്റ്റെൻസ് ഡീപ്പ് ഇൻ ടു ദി സെൽ. Such type of invaginations are called transverse tubule. Okay, transverse tubule. ഇപ്പോൾ ഒരു മെംബ്രെയിൻ നമ്മൾ ഇങ്ങനെ സാധാരണ മെംബ്രെയിൻ ഇങ്ങനെ ഉണ്ടാവുക. ബട്ട് ഇൻ ദിസ് കേസ്, ഈ മസിലിൻ്റെ കേസിൽ മെംബ്രെയിൻ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻവാജിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. സോ ഈ ഇൻവാജിനേഷനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂൾ. ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂൾ. ഓക്കെ, a number of invagination of sarcolemma extend deep into the cell. This transverse tubule contain extracellular fluid. This transverse tubule contain extracellular fluid which is high in calcium and Na+. High in calcium and Na+. ഇങ്ങനെ പറയുന്ന ഇതിൽ ഈ പറഞ്ഞ ഈ ഇൻവാജിനേഷൻ ഇതിൻ്റെ ഉള്ളിൽ കാൽഷ്യം പിന്നെ അതുപോലെ തന്നെ ആരുണ്ടാവും, Na+ ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്, കാൽഷ്യം Na+ ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ, സോ മസിൽ ഫൈബർ ഈസ് സിൻസിഷ്യം. മസിൽ ഫൈബർ ഈസ് സിൻസിഷ്യം. എന്താണ് സിൻസിഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ മസിൽ സെൽ, എ പെർട്ടിക്കുലർ സെൽ അണ്ടർഗോ കാരിയോകൈനസിസ്, ബട്ട് കാരിയോകൈനസിസ് ഈസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. ഇഫ് ഓൺലി കാരിയോകൈനസിസ് പ്രസൻറ്റ്, cytokinesis is absent. So we can see in a single cytoplasm there will be lot of nuclei. Such condition is called syncytium, syncytial condition. So muscle fiber is a syncytium. Here karyokinesis is present but cytokinesis is absent. So cell division നടക്കുന്നില്ല, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. So muscle fiber is a syncytium. ഇനി ഇപ്പോൾ മസിൽ ഫൈബറിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, മസിൽ ഫൈബർ അതിന് ഔട്ടർ കവറിങ്ങിൻ്റെ പേര് എന്താ? എൻഡോമൈസിയം. മസിൽ ഫൈബറിൻ്റെ സാധാ ഒരു സെല്ലായതുകൊണ്ട് ആ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് സാർക്കോലെമയാണ്. സാർക്കോലെമ എൻക്ലോസസ് സാർക്കോപ്ലാസം. ഓക്കെ, ക്ലിയർ അല്ലേ? സാർക്കോപ്ലാസം പ്രസൻ്റ് ആണ്. ആൻഡ് മസിൽ മെംബ്രെയിൻ, മസിൽ ഫൈബർ മെംബ്രെയിൻ, സാർക്കോലെമ ഹാസ് സോ മെനി ഇൻവാജിനേഷൻ. That invagination contain extracellular fluid with Ca2+ and Na+. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സാർക്കോപ്ലാസത്തിലേക്ക് പോകുന്നു. സാർക്കോപ്ലാസം കണ്ടെയ്ൻസ് ഹൈ എമൗണ്ട് ഓഫ് ഗ്ലൈക്കോജൻ റിസർവ്സ്. സാർക്കോപ്ലാസം കണ്ടെയ്ൻസ് high amount of glycogen reserves.
ആൻഡ് an oxygen binding protein pigment called myoglobin. സർക്കോപ്ലാസ്റ്റിൽ കാണുന്ന മേജറായിട്ടുള്ള രണ്ട് ആൾക്കാരെ പറയാണ്. ഒന്ന് ഗ്ലൈക്കോജൻ റിസർവ്സ്, ഗ്ലൂക്കോസിൻ്റെ റിസർവ്. പിന്നെ അതുപോലെ തന്നെ മയോഗ്ലോബിൻ എന്ന് പറയുന്നു. ഹീമോഗ്ലോബിൻ്റെ പകരം മസിലിൽ കാണുന്നത് മയോഗ്ലോബിനാണ്. സോ മയോഗ്ലോബിനും ഗ്ലൈക്കോജൻ റിസർവാണ് സർക്കോപ്ലാസ്റ്റിൽ എടുത്തു പറയേണ്ട രണ്ട് ആൾക്കാർ എക്സ്ട്രാ കാണുന്നത്. സർക്കോപ്ലാസം ഓൾസോ കണ്ടെയ്ൻ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൽസ്. ഓക്കെ, ഓർഗനൽസ് എല്ലാം ഉണ്ടാവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനലാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻ ദ കേസ് ഓഫ് മസിൽ. Sarcoplasmic reticulum has a major role in muscle contraction because this sarcoplasmic reticulum contains calcium ion. It is a storehouse of calcium ion. Sarcoplasmic reticulum is the storehouse of calcium ion. So this calcium ion has a major role. Inflow and outward flow of calcium ion via sarcoplasmic reticular membrane has an active role in muscle contraction and relaxation process. So storehouse of calcium ion ആണെന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് ഈസ് ടെർമിനൽ സിസ്റ്റേണെ. ടെർമിനൽ സിസ്റ്റേണെ, വാട്ട് യു മെൻ ബൈ ടെർമിനൽ സിസ്റ്റേണെ? ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് റീജിയൻ ഓഫ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. Sarcoplasmic reticulum has some specialized region called terminal cisternae. This terminal cisternae has contact with the transverse tubule. It makes contact with the transverse tubule. Terminal cisternae makes contact with the transverse tubule. So that contact help for the spreading of action potential from the membrane to the sarcoplasmic reticulum. That is the role of this contact. Okay, so terminal cisternae എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a part of sarcoplasmic reticulum, specialized region of sarcoplasmic reticulum. Transverse tubule എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a specialized region of sarcolemma. Invagination ആണ്, specialized region of sarcolemma. So these two specialized regions are connected. There is a contact. It makes contact with the transverse tubule. Terminal cisternae makes contact with the transverse tubule. Calcium ions are released from this region onto the contractile filaments. Okay, ഈ ടെർമിനൽ സിസ്റ്റേണൽ റീജിയനിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും കാൽസ്യം അയോൺസ് ആർ റിലീസ്ഡ് onto the contractile filaments. That release of calcium ion help for the contraction of muscle. അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും പറയുന്നത് മസിൽ ഫൈബറിനെ കുറിച്ചാണ്. മസിൽ ഫൈബറിൻ്റെ ഏറ്റവും ഔട്ടർ കവറിങ് സാർക്കോലെമ, പിന്നെ അതിനുള്ളിൽ കാണുന്നത് ഗ്ലൈക്കോജൻ റിസർവ് മയോഗ്ലോബിനൊക്കെയാണ് സാർക്കോപ്ലാസ്റ്റിൽ കാണുന്നത്. പിന്നെ നമ്മൾ സാർക്കോപ്ലാസ്റ്റിൽ കാണുന്ന ഓർഗനൽസിനെ കുറിച്ച് പറഞ്ഞാൽ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം സ്റ്റോർ ഹൗസ് ആണ്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സ്പെഷ്യലൈസ്ഡ് റീജിയൻ നമ്മൾ പറഞ്ഞു, ടെർമിനൽ സിസ്റ്റേണെ, അത് തമ്മിലുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് some unique feature of muscle, some specialized structure only present in muscle. We cannot see this type of structure in any other cells, only present in muscle cell. This is the unique important feature of muscle. It is called myofibrils. There are large number of parallelly arranged filaments. Myofibrils are large number of parallelly arranged filaments. They present in the sarcoplasm. Okay, large number of parallelly arranged filaments present in the sarcoplasm are called myofibril. It is the characteristic feature of muscle fiber. നമുക്ക് ഈ പിക്ചറിൽ ആ ഒരു സംഭവം നമുക്ക് നോക്കാം. ഇവിടെ കാണുന്ന ഈ അവസാനം കാണുന്ന ഈ മസിൽ ഫൈബറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ഒരു പാട്ടാണ് മയോഫൈബറിൽ എന്ന് പറയുന്നത്. ഓക്കെ, മയോഫൈബറിൽ ഏറ്റവും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫിലമെൻ്റ് ലൈക്ക് സ്ട്രക്ചറാണ് മയോഫൈബറിൽ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഒരു റെഡ് കളർ കൂടിയ ഭാഗം ലൈറ്റ് ആയിട്ടുള്ള ഭാഗം കാണാം. അൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും. So it is the characteristic feature of muscle fiber. ഇനി what are the major features of myofibril? മയോഫൈബറിലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, മയോഫൈബറിൽ നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ തന്നെ ഇറ്റ് മേക്കപ്പ് ഓവർ 80% ഓഫ് ദ സാർക്കോപ്ലാസം. 80 മേജർ പോർഷനും വരുന്നത് ഈ മയോഫൈബറിലാണ്. 80%, വെറും 20% മാത്രമേ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലും ന്യൂക്ലിയസും മറ്റുള്ള മൈറ്റോകോൺട്രിയും എല്ലാം കൂടി വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് 80% റീജിയൺ ഓഫ് സാർക്കോപ്ലാസം ഈസ് കവേർഡ് ബൈ
ആരാ മയോഫൈബ്രിൽസ്. ഓക്കെ, സോ ഇറ്റ് ഹാസ് alternate ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ഓൺ ഇറ്റ്. നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ ഇറ്റ് ഹാസ് alternate ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഓൺ ഇറ്റ്. മയോഫൈബ്രിൽ ആണ് ഫങ്ഷണലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൺ. അതുകൊണ്ട് തുടർന്ന് നമ്മൾ പഠിക്കുന്നത് മയോഫൈബ്രിലിൻ്റെ സ്ട്രക്ചറാണ്. മയോഫൈബ്രിലാണ് മസിൽ കൺട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് മയോഫൈബ്രിൽ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻ ഫിലമെൻറ്റ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ ബണ്ടിൽസ് കോൾഡ് മയോഫിലമെൻറ്റ്സ്. അപ്പോൾ മസിൽ ഫൈബറിൽ കാണുന്ന സ്പെഷ്യൽ ഫിലമെൻറ്റ്സ് ആണ് മയോഫൈബ്രിൽ. ആ മയോഫൈബ്രിൽ പാരലായിട്ട് കാണുന്ന മയോഫൈബ്രിൽ ഇനിയും ഫർദറായിട്ട് അതിനൊരു കമ്പോസിഷൻ ഉണ്ട്, അതിൽ ചില കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻ ഫിലമെൻറ്റ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ ബണ്ടിൽസ് കോൾഡ് മയോഫിലമെൻറ്റ്സ്. മയോഫൈബ്രിൽസിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ഫിലമെൻറ്റ്സിൻ്റെ പേരാണ് മയോഫിലമെൻറ്റ്സ്. മാറിപ്പോരുത്, ആദ്യം മുതൽ ഒന്നുകൂടി നമുക്ക് പറയാം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഫാസിയ, പിന്നെ എപ്പിമൈസിയം, മസിൽ ബണ്ടിൽ ഫാസിക്കിൾ, അവിടെ പെരിമൈസിയം, പിന്നെ അതിനുള്ള മസിൽ ഫൈബർ, എൻഡോമൈസിയം, മസിൽ ഫൈബറിൻ്റെ സാർക്കോലെമ കവറിങ്. ഓക്കെ, മസിൽ ഫൈബർ സാർക്കോലെമ, പിന്നെ സാർക്കോപ്ലാസം, സാർക്കോപ്ലാസത്തിൽ ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ് ആൻഡ് മയോഗ്ലോബിൻ. ഓക്കെ, അതാണ് സാർക്കോപ്ലാസത്തിൽ. പിന്നെ സാർക്കോപ്ലാസം റെട്ടിക്കുലം, കാൽഷ്യം സ്റ്റോറേജ്. പിന്നെ സാർക്കോലെമയുടെ പ്രത്യേകത ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂൾ. സാർക്കോപ്ലാസം റെട്ടിക്കുലത്തിൻ്റെ പ്രത്യേകത ടെർമിനൽ സിസ്റ്റേണെ. ഓക്കെ, അവർ തമ്മിലുള്ള കണക്ഷൻ, കാൽഷ്യത്തിൻ്റെ റിലീസ്. ക്ലിയർ അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് മസിൽ ഫൈബറിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് യൂണീക്ക് ക്യാരക്ടറിസ്റ്റിക് എന്താ? മയോഫൈബ്രിൽസ് കാണുന്ന ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ്. സോ 80% ആരാണ്? മയോഫൈബറിലാണ്. ആ മയോഫൈബറിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ, അതിനെ വിളിക്കുന്ന ഒരു ഫിലമെൻ്റാണ്, പ്രോട്ടീൻ ഫിലമെൻ്റാണ് മയോഫിലമെൻറ്റ്സ്.